ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, 9 തിരുവചനങ്ങളുള്ള 137 സങ്കീർത്തനം നമ്മളൊന്ന് ധ്യാനിക്കുന്നു. പ്രവാസിയുടെ വിലാപം എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ട്. ബാബിലോണിലെ നദികളുടെ അരികിൽ ഇരുന്നു കരയുന്നതിനെ ഓർക്കുക, അതിനെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഇന്നത്തെ ധ്യാനത്തിൽ കാണുന്നത്. ആരംഭം ഇങ്ങനെയാണ്: ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ഇതൊരു വിലാപ ഗാനമാണ്. ഇതൊരു പ്രവാസത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. പ്രവാസികള് അവരുടെ ബന്ധനങ്ങളെ ഓർത്ത് സിയോനെ കുറിച്ചുള്ള പാട്ടുകൾ പാടാൻ ആവശ്യപ്പെടുന്നു. ഒരു വിദൂര ദേശത്ത് എങ്ങനെ കർത്താവിന്റെ ഗീതം പാടുമെന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നു. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എന്റെ വലത്തുകൈ മറക്കട്ടെ എന്ന് സങ്കീർത്തകൻ പ്രഖ്യാപിക്കുകയാണ്. ജെറുസലേമിനെ ഓർക്കാത്ത പക്ഷം എന്റെ നാവ് ഒട്ടിപ്പോകട്ടെ അതിന്റെ അണ്ണാക്കിനോട് ചേർന്ന് എന്ന് സങ്കീർത്തകൻ പറയുന്നു. ജെറുസലേം നശിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ച എദോമിനെയും ബാബിലോണിനെയും കർത്താവ് ഓർക്കണമെന്ന് സങ്കീർത്തകൻ അപേക്ഷിക്കുന്നു. അതിന്റെ കഠിനമായിട്ടുള്ള ഭാഷയോടെ പീഡകരുടെ മേൽ നീതി നടത്തണമെന്നും സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ്. അവിടെ എല്ലാ വിലാപത്തിനും ഒരു അറുതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയെ, ഞങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരും വിലാപവും ഒക്കെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അത് അവിടുത്തെ തിരുരക്തത്താൽ കഴുകിക്കളയണം. എന്നിട്ട് ഞങ്ങളെ തിരുഹൃദയത്തിൽ ഒളിപ്പിക്കണം. ഈശോയെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിൽ ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250 പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.